ഇപ്പോഴത്തെ ട്രെൻഡ് കാണുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കർത്തവ്യബോധം വളരെ കുറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾ തന്നെയാണ്, അതായത് കുടുംബം എന്നൊരു ചിന്ത. പുരുഷന്മാരും ഒരു കാര്യം ഓർക്കുക, വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ കൂട്ടായ്മയോടെ വാങ്ങിക്കാതെ രണ്ടുപേരും കൊടുക്കുക. ഭാര്യയുടെ സ്നേഹമാണ്, കുട്ടികളുടെ സ്നേഹമാണ്, അവർക്ക് പ്രത്യേകം നമുക്കൊരു കരുതൽ വേണം. കല്യാണത്തിൻ്റെ അന്ന് രാത്രി അവൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, ഒന്നിയിൽ അമ്മയും അച്ഛനെയും വേണമെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞാൻ. ഇപ്പോഴത്തെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വക്കീലന്മാർക്ക് രണ്ട് കൂട്ടരും കൂടെ യോജിച്ചിട്ട് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയാൽ ഇത്ര പെർസെൻറ്റേജ് വാങ്ങിക്കും എങ്കിൽ തീർച്ചയായിട്ടും ഈ വയസ്സായ മാതാപിതാക്കൾക്കും ഈ ദുരന്തം ഉണ്ടാവില്ല, കുടുംബവും ഇതുപോലെ നശിക്കില്ല. വളരെ ചെറിയൊരു വിഭാഗം സ്ത്രീകൾ ഇത്തരത്തിൽ അനുഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അത് എനിക്ക് തന്നെ എല്ലാവർക്കും മാഡത്തിനും അറിയാമല്ലോ, ഒരുപാട് സ്ത്രീകൾ അവരുടെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇല്ലാത്ത തിരിച്ചു കിട്ടാത്തൊരവസ്ഥ, അവർ ആ വീടുകളിൽ പീഡനം അനുഭവിക്കേണ്ട അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടതികൾ കൂടുതലും കാണുന്നത് എന്താണ്, ഭൂരിഭാഗം കേസുകളും അത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ്. അതാണ് ശരിയാണ്. ചിലയിടത്തൊക്കെ ഉണ്ട്, ഇപ്പോഴും ചില വീട്ടുകാരുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ. ഇപ്പോൾ ഇന്നലെയും ഞാൻ മനസ്സിലാക്കി ഒരിടത്ത്, അതായത് പിന്നെ സുരക്ഷിതത്വം വേണമെന്ന് പറഞ്ഞിട്ട് പയ്യൻ്റെ അവരുടെ ബെഡ്റൂമിലെ അലമാരയിൽ നിന്ന് ആരുടെ ഇൻലാസിൻ്റെ അലമാരയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവൾക്ക് കിട്ടിയ സ്വത്ത് അവൾക്കുള്ളതാണ് സ്വന്തമായിട്ട്. പുരുഷന്മാരും ഒരു കാര്യം ഓർക്കുക, വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ കൂട്ടായ്മയോടെ വാങ്ങിക്കാതെ രണ്ടുപേരും കൊടുക്കുക. ഭാര്യയുടെ സ്നേഹമാണ്, കുട്ടികളുടെ സ്നേഹമാണ്, അവർക്ക് പ്രത്യേകം നമുക്കൊരു കരുതൽ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ പലർക്കും ആത്മഹത്യ ഇത്ര കേസുകളാണെന്നറിയാം. ഈ വാർദ്ധക്യത്തിൽ പോലും വീട്ടിൽ കയറ്റാതെയും വെള്ളം കൊടുക്കാതെ അറിയാവുന്ന എണ്ണി പറയാൻ എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് പേരുണ്ട്. വാർദ്ധക്യത്തിൽ അവർക്ക് കുവൈറ്റിലിരുന്നിട്ട് ഇഷ്ടംപോലെ വീട് വെച്ച് കൊടുത്തു, നല്ല പ്രായമുണ്ട്. നമ്മളിപ്പോൾ ഒരു മെൻസ് ഇൻഡിപെൻഡൻറ്റ് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ബേസ്ഡാണ്. അത് ജോയ്സിയാണ് അതിൻ്റെ സെക്രട്ടറി, അവരാണ് അതിനുള്ള എഫർട്ടിട്ട്. എന്തുകൊണ്ട് എഫർട്ടിട്ടെന്ന് വെച്ചാൽ അവരുടെ മകൻ്റെ ജീവിതമാണ്. കല്യാണത്തിൻ്റെ അന്ന് രാത്രി അവൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, ഒന്നിയിൽ അമ്മയും അച്ഛനെയും വേണമെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞാൻ. നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, എൻ്റെ വീട്ടിൽ പോയാൽ മതി, എൻ്റെ മകൾ ഇവരെയൊക്കെ വേണ്ടാന്ന് വെക്കണം. അങ്ങനെ തുടങ്ങിയ അവളാണ്. ഇപ്പോൾ ഒരു 4 കേസുണ്ട് അവർക്ക്. അവർ രണ്ടുപേരും അങ്ങ് അറ്റ രോഗികളായി. കേസ് പറഞ്ഞ് 14 ലക്ഷത്തിൽ കൂടുതലാണ് അവർക്ക് ചിലവായിട്ടുള്ളത്. അവൾ ജീവിച്ച കുറച്ച് ദിവസം കൊണ്ട് മാക്സിമം അവന് കടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയം അവന് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനും വയ്യ. ഇവർക്കുണ്ടായിരുന്നത് ആ മകൻ്റെ എല്ലാ അച്ഛനും അമ്മയ്ക്കും ഒരു ചിന്തയുണ്ടല്ലോ, വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലാതെ കാണുന്നത്. കൂടുതലും ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും മക്കൾ സുഖമായിട്ട് കഴിയട്ടെ എന്നൊരു ചിന്താഗതിയോടുകൂടി അവർ ഒരുപാട് പൈസ അങ്ങോട്ടാണ് കൊടുത്തത്. പക്ഷേ തിരിച്ച് അവർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നതും. ഇപ്പോൾ അവരങ്ങോട്ട് സ്വർണ്ണമായിട്ട് കല്യാണം കഴിച്ച് അവർക്കൊന്നുമില്ലായിരുന്നു. ഇപ്പം 9 പവൻ അങ്ങോട്ട് കൊടുക്കണമെന്നും അതിൽ ഒരുപാട് കളിക്കുന്നുണ്ട്. ഇപ്പം 4-5 വക്കീലാണ് മാറിയത്. അവർക്ക് മാറിയതിൽ ആ ചിലവല്ലാതെ അവർക്ക് യാതൊരു മിച്ചം ഉണ്ടായിട്ടില്ല. അപ്പം എന്താണെന്നറിയാം, ഇപ്പോഴത്തെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വക്കീലന്മാർക്ക് രണ്ട് കൂട്ടരും കൂടെ യോജിച്ചിട്ട് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയാൽ ഇത്ര പെർസെൻറ്റേജ് വാങ്ങിക്കും. ഞാൻ പക്ഷേ അത് കേട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാനത് കേട്ടിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ എന്തിനു നമ്മൾ കോടതിയിൽ പോകുന്നത്? അല്ല, ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കാരണം ഈ പുരുഷൻ്റെയും കൂടെ അഡ്വക്കേറ്റ് സ്ത്രീയുടെ അഡ്വക്കേറ്റുമായിട്ട് ചേർന്നിട്ട് അവരൊരു കോംപ്രമൈസ് വരുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ഒരു തുക നമ്മുടെ ഈ പുരുഷൻ്റെ അഡ്വക്കേറ്റിന് കിട്ടും. ഇവന് വേറെ മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അതൊരു ഒത്തുതീർപ്പിലേക്ക് പോകേണ്ട ഒരു സമ്മർദ്ദത്തിലെത്തും. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ എന്താണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്നാണ് നമ്മുടെ നിയമം. അപ്പോൾ പിന്നെ ഈ കൊടുക്കുന്നത് നിയമത്തെ കബളിപ്പിക്കാനാണ്. ഈ ഹർജികളിൽ വിവാഹ സമ്മാനം, സ്ത്രീധനം എന്നുള്ളൊരു വാക്ക് ഒഴിവാക്കിയിട്ട് വിവാഹ സമ്മാനം, അത് ഈ കോടതികൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്തിനാ ഈ ഇത്രയ്ക്കും കോടതികൾ കണ്ടില്ലെന്ന്. ഭയങ്കര കറക്റ്റ് അല്ലേ? കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാ. പിന്നെ കൊടുത്തിട്ട് അവർ അത് തെറ്റായ കാര്യമല്ലേ അവർ ചെയ്തത്. പിന്നെ എന്തിനാ അവർ ഇതിന് പോകുന്നത്, കേസിന് പോകുന്നത്? അത് വളരെ വളരെ നല്ല പോയിൻ്റാണ്. കാര്യം എന്ന് വെച്ചാൽ ഡവറി പ്രൊഹിബിഷൻ ആക്ട് നിലനിൽക്കുകയാണ് അല്ലേ? കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണ്. പിന്നെ ഇവർ കൊടുത്തിട്ട് പിന്നെ ഇത് ഇത്രയും കുറച്ചുകൂടെ പെരുപ്പിച്ച്, ഇപ്പോൾ സ്ലോ കില്ലിങ് നടന്ന കേസ് വരുന്നുണ്ട്. ഇവിടെ നടന്നതാണ് തിരുവനന്തപുരത്ത്. അതായത് ഒരു സ്ത്രീ, പുരുഷൻ എക്സ്ട്രീംലി റിച്ചാണ്, വൈഫ് നേരത്തെ മരിച്ചുപോയി, അതും എൻ്റെ കേസായിരുന്നു. അപ്പം ആ പുള്ളി 2ാമത് വിവാഹം കഴിച്ചു. അവരുടെ ഒരു സെക്കൻഡ് മാരേജ് ആയിരുന്നു, ബോംബെയിൽ നിന്നായിരുന്നു. അപ്പം അവർക്ക് അതിൽ 2 കുട്ടികളുണ്ട്. ഇദ്ദേഹത്തിന് കുട്ടികളില്ല ഇവിടെ. അപ്പോൾ ഇവർ കുട്ടികളെ നോക്കാൻ പോയ സമയത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരാളെ വേണമായിരുന്നു നോക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, ഇദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സിവിയർ ഡയബറ്റിക്കാണ്.
കാല് പാദം മുറിച്ചാണ്, അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പം നോക്കാനെന്ന് പറഞ്ഞൊരു ലേഡി എറണാകുളത്ത് നിന്ന് വന്നിട്ട് അവരുടെ മൂന്നാം വിവാഹമാണ്. അതിൽ അവർക്ക് നേരത്തെ ഒരു കുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അതൊരു 4ാം വിവാഹമാണ്. ഈ പറഞ്ഞ മനുഷ്യൻ എക്സ്ട്രീംലി റിച്ചായ നോക്കാനായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ മുഴുവൻ കൈക്കലാക്കി അദ്ദേഹത്തിന് ഒരു നമ്മൾ ജയലളിതയൊക്കെ എങ്ങനെ മരിച്ചു, അത് സ്ലോ അതിൽ മരിച്ചത്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ സർവൻ്റ് വരുമ്പോൾ മരിച്ചു കിടക്കുന്നു. ഞാൻ അന്നേരം പറഞ്ഞാണ് ഒന്നും ഇല്ലെങ്കിൽ എഴുതി വയ്ക്കാം, മറ്റേ സ്ത്രീ വരുമ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊരു ധാരണയോടുകൂടി വ്യക്തമായിട്ട് പറയാൻ കാര്യം, ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ 2 കൂട്ടരും ചെന്നല്ലോ. ഭാര്യ വന്നു, അവർ പോയി, ഇവരാണ് ഭാര്യ, ഇവർ കൃത്രിമമായിട്ടൊരു മാരേജൊക്കെ മാലയൊക്കെ ഇടിയിച്ച് ഒരു അമ്പലത്തിൽ കൊണ്ടുവന്ന് സീരിയസ് ആയിട്ട് ജി കിടക്കുമ്പോൾ ഒരു ഇതൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവർ അന്വേഷിച്ചിരിക്കുന്ന ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ എത്ര ദിവസം എടുക്കും ഒരാൾ മരിച്ചാൽ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ? ഇതുപോലെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെ സെറ്റിൽ ചെയ്യും? അപ്പോൾ ഇവർ സ്ലോ കില്ലിങ് ആണെന്നുള്ളതിന് നമുക്ക് വ്യക്തമായ തെളിവായില്ലേ? പെട്ടെന്ന് ഒരു ദിവസം രാവിലെ മരിച്ച് കിടക്കില്ലേ? ഇതിന് ആർക്കും ഒന്നും പറയാനില്ലേ? ബെൻസ് കാറാണ് എഴുതി വാങ്ങിച്ചത്, എനിക്കറിയാവുന്ന ബെൻസ് കാറ്, ഫ്ലാറ്റ്, ഒന്നല്ല 2 എല്ലാം ചെയ്തിട്ട് പാവത്തിന് മൂവ്മെൻറ്റ് ഇതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കാലിൻ്റെ പാദം പോയത്. അപ്പോൾ ഒരു 10,000-10,000 രൂപ പോലും അദ്ദേഹത്തിന് വയ്ക്കാൻ പറ്റില്ല. ഉടനെ പിടിച്ച് വാങ്ങിക്കുക. ഫോൺ എനിക്കെല്ലാം എൻ്റെ കയ്യിലുണ്ട്, റെക്കോർഡ്സ് ഉണ്ട് ഫോണിൽ. പിന്നെ ഒരു ദിവസം രാത്രി എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, സംതിങ് വിൽ ഹാപ്പൻ ടുഡേ. ഇതൊരു എന്താ പറയുക, ഞാനൊരു അറിയിപ്പായിട്ട് തന്ന ആ രീതിയിൽ എനിക്കൊരു മെസ്സേജ് ഇട്ട്, എന്ന് വെച്ചാൽ അന്ന് രാത്രി ഒരുപാട് ആളിനെ ഉപദ്രവിച്ചിരിക്കുന്നു. അപ്പോൾ മരിച്ചു. കേസ് ഇപ്പം എൻ്റെക്ക് അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യാനായിരുന്നു, എല്ലാം അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് ഈ സ്ത്രീയും മകളും കൂടെ. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? നിയമം അനുകൂലമായതുകൊണ്ടല്ലേ? ഇല്ലെങ്കിൽ കാണിക്കാൻ പറ്റുമോ? പുരുഷൻ ചെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR എടുക്കാൻ പോലും ഒരു നിയമം ഇല്ലാത്തതുകൊണ്ട് എടുക്കില്ല. അല്ല, പോലീസിന് വേറെ വഴിയില്ലെന്ന് വേണം അനുമാനിക്കാം. കാരണം പോലീസിന് അറിയാം ഇത് കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ പല 498 കേസുകളിലും പരാതി അവർ ഒരു ഒത്തുതീർപ്പാക്കാൻ അവർ നോക്കുകയുള്ളൂ. കാരണം അത് തെറ്റാണെന്ന് അവർക്കറിയാം, മനുഷ്യത്വപരമായിട്ടുള്ള ഉദ്യോഗസ്ഥർ. പക്ഷേ അവർ പരാതി എടുത്തില്ലെങ്കിൽ, കേസ് എടുത്തില്ലെങ്കിൽ ഇവർ മുകളിലേക്ക് പരാതിപ്പെടും. ഭർത്താവിൻ്റെ വീട്ടുകാർ അത് മേടിച്ച് അവർ കേസെടുക്കും. മറ്റേ പുരുഷനാണ് കൊണ്ടുകൊടുക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ശാസിച്ചു, ഇതിനപ്പുറം ഒരു ആക്ഷൻ എടുക്കൂലേ? ഒരു ആക്ഷനും അവരെടുക്കില്ല. അതെന്താ അങ്ങനെ ഒരു നിയമം എന്തിനാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ല പറയുന്നത്. ദിവസം പ്രതി അവർ എന്താ പറയുക, അവരെ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ വന്നാൽ അവർ ഏത് കുട്ടികളെ നോക്കും? ഇന്ന് വേറൊരു കേസിലാണെങ്കിൽ അമ്മയും അച്ഛനും കൂടെയുള്ള ഡിസ്പ്യൂട്ട്, അത് ഇടുക്കിയിലാണ് ഇപ്പം നടന്നത്. ആ കുഞ്ഞിനെ പരസ്യമായിട്ടാണ് പിന്നെ അമ്മയുടെ വക്കീൽ ഇത് കോടതി വെച്ച് ആക്ഷേപിച്ച്, ആ കുഞ്ഞിനെ പരസ്യമായിട്ട് ആക്ഷേപിച്ച്, കുഞ്ഞ് ചെയ്യാത്ത കുറ്റം പ്ലാൻ ചെയ്ത്, അതായത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ആക്ഷേപിച്ചിരിക്കുന്നത് ആ വക്കീൽ, അമ്മയുടെ വക്കീൽ ആ കുട്ടിയെടുത്ത് ചോദിക്കുകയാണ്, കുട്ടിയുടെ മൊഴി എടുക്കാൻ കൊണ്ടുവരണമായിരുന്നു, അച്ഛനെ കൊണ്ടുവരണമായിരുന്നു. നീ അല്ലേടാ ഇന്നലെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ലാബിൽ കൂട്ടുകാരുമൊത്ത് പിന്നെ അശ്ലീല ചിത്രം കാണുകയും അത് ആൾക്കാർ അന്വേഷിച്ച് വന്നപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയൊക്കെ ചെയ്തത്? നിൻ്റെ നിങ്ങളെയൊക്കെ പേരൻസിനെ വിളിപ്പിച്ചില്ലേ? നിൻ്റെ പപ്പയും വന്നില്ലേ? പയ്യൻ അങ്ങ് സ്റ്റണ്ടായിപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ അത് ചോദിച്ചപ്പോൾ പയ്യനെ എന്തോ അങ്ങ് ഭൂമിയോളം താഴ്ന്നില്ല, അത്രയ്ക്ക് അങ്ങ് നാണക്കേടായിപ്പോയി. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ വിചാരിച്ചു, എന്നാലും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? അപ്പോൾ ഉടനെ വക്കീൽ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിറകെ ചെന്ന് ചോദിച്ചു, വക്കീലെ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇനി അവൻ എൻ്റെ അടുത്ത് പറയാത്തതാണോ? ഇത് എപ്പം നടന്നത്? ഇത് സ്കൂളുകാരൊന്നും അറിഞ്ഞില്ലേ? അതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. എന്തോ ഇങ്ങനെ പറയുന്ന കേട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സ്കൂളിൽ വിളിക്കട്ടെ. അപ്പോൾ സ്കൂളിൽ വിളിച്ചപ്പോൾ സ്കൂളുകാർ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ നടന്നിട്ടില്ലെന്ന് അവർ തീർത്തും പറഞ്ഞു. അങ്ങനെ അപ്പം എന്തിനാണ് ആ ഉദ്ദേശം? പ്രസവിച്ച അമ്മയ്ക്ക് മകനെ, ആ ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ മകനെ അങ്ങേയറ്റം ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഈ കോടതിയിലുണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്കുള്ള ജുവനൈൽ, അവിടെ അവർ കേസെടുത്തില്ലല്ലോ, വക്കീലിനെതിരെ കേസെടുത്തില്ല. അവർ ഈ ജോയ്സി അവരെ ഒന്ന് ഫോണിൽ വിളിച്ച് അതിൻ്റെ നിജസ്ഥിതിയൊക്കെ അറിയാമെന്ന്. ജോയ്സിയെ എനിക്കത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭയങ്കരമായിട്ട് അങ്ങ് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അഹങ്കാരം എന്ന് വെച്ചാൽ കാര്യമുണ്ട്, അഹങ്കരിക്കാൻ. അവരുടെ ഹസ്ബൻഡും ബാർ അസോസിയേഷൻ്റെ ഭാരവാഹിയൊക്കെയാണ്. അവർക്ക് അഹങ്കരിക്കാം. ആ കുഞ്ഞിനുണ്ടായ മാനസികാവസ്ഥ ഇത്രയും പേരുടെ മുമ്പിൽ ചെയ്യാത്ത കുറ്റത്തിന് അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ലല്ലോ. ഇവിടെ
എന്താ കുഞ്ഞിൻ്റെ മനസ്സിനുണ്ടായ വിഷമം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുക, ഒരു വാർണിംഗ് കൊടുക്കുക, അതുപോലും ചെയ്തില്ലല്ലോ. ഇല്ല, അത് ചെയ്യില്ല. കാരണം ഒരു വേറെ ഒരു ഗൗരവകരമായ ഒരു കാര്യം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ. കാരണം എത്രയോ കേസുകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്, പലതും 10 വർഷത്തിന് മുകളിൽ അതിൻ്റെ പ്രായമുണ്ട്. അതായത് ഒരാൾക്കെതിരെ 3, 4, 5 കേസുകളാണ്. അപ്പോൾ ഈ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു, എത്രയോ പേര് മരണപ്പെടുന്നു. അപ്പോൾ എന്താണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പോംവഴി? എന്തായിരുന്നാലും നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഒരു പുരുഷന്മാർക്ക് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള, അനുഭവ സമ്പത്തുള്ള ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ മാഡത്തിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ തന്നെ ഒരു മെൻസ് ഇൻഡിപെൻഡൻറ്റ് അസോസിയേഷൻ ഫോം ചെയ്ത്, അപ്പം അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യ ഒട്ടുക്ക് അത് സോഷ്യലൈസ് ചെയ്യണം. അതിന് ഈ ചാനലിൻ്റെയൊക്കെ ഒരുപാട് സഹായം ഉണ്ടായാൽ മതിയാവും. സോഷ്യലൈസ് ചെയ്ത് അതിൻ്റെ നിജസ്ഥിതി എല്ലാവരും മനസ്സിലാക്കി അത് പാർലമെൻറ്റിൽ തന്നെ ഒരു നിയമം ബില്ലൊന്നും ഫയൽ ചെയ്താൽ അതിനൊന്നും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനൊന്നും അത്ര വലിയ പ്രസക്തി കിട്ടണമെന്നില്ല. പക്ഷേ അത് കോടതിയാണല്ലോ അത് ചെയ്യുന്നത്. അതേസമയം നമുക്ക് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കാമല്ലോ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാമല്ലോ ഈ 498. അതായത് പാർലമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രവൃത്തി നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് അത് വളരെയധികം സപ്പോർട്ടുമുണ്ട്. പ്രവർത്തിച്ചേ മതിയാവും, കൊണ്ടുവന്നേ മതിയാവും. അല്ലെങ്കിൽ പുരുഷന്മാരുടെ റേറ്റ് നോക്കി ആത്മഹത്യയിൽ കേരളത്തിൽ ആർക്കാണ് കൂടുതൽ? പുരുഷന്മാരുടെയാണ് കൂടുതൽ. പലരും നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, വിദേശത്ത് പോയി സമ്പാദിച്ച് കുടുംബം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ്. മലയാളികൾക്ക് വേറൊരു ചിന്തയും കൂടെ ഉണ്ട്, എന്നേക്കാൾ ഒരു മടങ്ങെങ്കിലും എൻ്റെ മക്കൾ ഉയർന്നു കാണണമെന്നുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് ഭാര്യയുടെയും മക്കളെയും പേരിൽ സേവ് ചെയ്യാനാണ് അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? പലപ്പോഴും ഇവിടെ വരുമ്പോൾ വേറെ ആൾക്കാരുണ്ടായിട്ട് ട്രെയിൻ ചാടിയ ആൾക്കാരെ അറിയാം, പാലത്തിൽ നിന്ന് എടുത്ത് ചാടിയ ആൾക്കാരെ അറിയാം. അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെയാണ്. കർത്തവ്യബോധം വേണ്ടേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, പുരുഷന് മാത്രമേ കർത്തവ്യമുള്ളൂ? പുരുഷനും കർത്തവ്യമില്ലാത്തവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. 100% പുരുഷന്മാരും ഭാര്യയും മക്കളെയും നോക്കുന്ന കർത്തവ്യബോധമുള്ളവരല്ല, ഉണ്ട്. എന്നാൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡ് കാണുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കർത്തവ്യബോധം വളരെ കുറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾ തന്നെയാണ്, അതായത് കുടുംബം എന്നൊരു ചിന്തയില്ല അവർക്ക്. അതായത് എൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളാണ്, ആ പൈസ അദ്ദേഹം അയച്ചു തരുന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെടുന്നത്. ഈ ചെലവിന് വാങ്ങിക്കുന്ന വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വന്നാൽ അതായത് ഒരേ വീട്ടിൽ തന്നെ ഭർത്താവിന് യാതൊരു സ്വാതന്ത്ര്യമില്ല, പക്ഷേ പൈസ കറക്റ്റായിട്ട് വാങ്ങിക്കുന്നുണ്ട്. 2 മാസം വാങ്ങിച്ചില്ലെങ്കിൽ കോടതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഉടനെ സമൻസ് അയച്ച് വിളിപ്പിക്കുകയും, കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിയുടെ എല്ലാ നടപടികളുണ്ട്. പക്ഷെ തിരിച്ച് ആ സ്ത്രീക്ക് ഈ പൈസ എത്രയും വാങ്ങിക്കുന്നതിന് ഒരു കർത്തവ്യമില്ല? എനിക്കും ചോദിക്കാനുണ്ട്. അതിനെന്താ ആരും പ്രതിഷേധിക്കാത്തത്? പുരുഷന് വീട്ടിൽ വന്നാൽ എന്താണ് വേണ്ടത്? അവർ പൊതുവെ കയറി എടുത്ത് പാചകം ചെയ്ത് കഴിക്കുന്നവരല്ല. അപ്പോൾ അവർക്ക് വരുമ്പോൾ എന്ത് കൊടുക്കണം? വീട്ടിൽ അന്തരീക്ഷം അവർക്ക് കൊടുക്കുക, ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ എങ്ങനെ അകറ്റുക എന്നാണ്. അതായത് ഇപ്പം പേരൻസ്, അതായത് ഇപ്പോൾ ഇതുണ്ടല്ലോ, ഗാർഡിയൻ ആക്ട് പ്രകാരം കസ്റ്റഡി കിട്ടിയാൽ, ഇപ്പോൾ അമ്മയുടെ കസ്റ്റഡിയിലാണ് കുട്ടിയെ കിട്ടുന്നതെങ്കിൽ അച്ഛന് ഫോണിൽ കൂടെ സംസാരിക്കാം, ഇടയ്ക്ക് കാണാം എന്നുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങൾക്ക് എന്നറിയാം, അവരെ ഇരുട്ടത്ത് കൊണ്ടു നിർത്തി അപ്പോഴും ആഹാരം വാരി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കുട്ടികൾക്കൊട്ട് അച്ഛനെ കാണാനും പറ്റത്തില്ല, അവർക്ക് അച്ഛനോട്ട് ചോദിക്കുന്നതിന് മറുപടി പറയാനും പറ്റത്തില്ല. അതൊക്കെ എന്ത് ക്രൂരതയാണ് ഈ കാണിക്കുന്നത്? അവർക്ക് ഭംഗിയായിട്ട് ചിലവിന് കൊടുത്തില്ലെങ്കിൽ കോടതി എന്ത് ചെയ്യുന്നുണ്ട്? അവരെ സമൻസ് അയച്ച് വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ച് നമുക്ക് എല്ലാത്തിനും എന്തുണ്ട്? റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡ്യൂട്ടീസും ഉണ്ട്, ബാക്കിൽ അങ്ങ് അവസാനം 51 അവിടെ എയിലാക്കി മാറ്റിയിരിക്കുന്നു. അതല്ല വേണ്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനും മാറ്റം വരുത്തണം. അന്ന് എഴുതിയതല്ല ഇന്നത്തെ സാഹചര്യം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡ്യൂട്ടീസിനാണ് കൊടുക്കേണ്ടത്. എങ്കിൽ തീർച്ചയായിട്ടും ഈ വയസ്സായ മാതാപിതാക്കൾക്കും ഈ ദുരന്തം ഉണ്ടാവില്ല, കുടുംബവും ഇതുപോലെ നശിക്കില്ല. അതുകൊണ്ട് ഞാൻ തീർത്തും പറയുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലും ഇത് ഇൻസർട്ട് ചെയ്യേണ്ട സമയമായി. അതായത് കർത്തവ്യബോധം, റൈറ്റ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ടാണല്ലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 അങ്ങ് വളരെ ഇതായിട്ടല്ലേ കൊടുത്തത്. അതുകൊണ്ട് റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും ബോധവാദികളുമാണ്. പക്ഷേ ഡ്യൂട്ടീസിനെ കുറിച്ച് അതങ്ങ് അറ്റം കൊണ്ടിട്ട് ശാലം പറയുന്നതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ 1 പറയുന്നത് വളരെ ലൈറ്റാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചാകണം. ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് എല്ലാവരും നിർവഹിച്ച് ഇവിടെ ഒരു പ്രശ്നമില്ല. ഡ്യൂട്ടീസ് നിർവഹിക്കുന്നുണ്ടോ?
ഇല്ല ആരും ചോദിച്ചോ, ഒരു പുരുഷൻ ജോലി ചെയ്ത് ഭംഗിയായിട്ട് 12,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപ ചിലവിന് കൊടുക്കാൻ ചോദിക്കുന്ന സ്ത്രീക്ക് ആ ആ ആ തൻ്റെ എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ടുണ്ടായി? കോടതികളുടെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് അറ്റാച്ച്മെൻറ്റ് ഒന്ന്, ആ സംവിധാനമേ എടുത്തു കളയുക. ഭർത്താവിൻ്റെ പേരിൽ 1 സെൻറ്റ് ഭൂമിയോ സമ്പാദ്യം ഇല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ പേരൻസിൻ്റെ അവരുടെ ഇൻലാസിൻ്റെ സ്വത്തിൽ അവകാശം വരുന്ന അമ്മാവൻ്റെയൊക്കെ സ്വത്തിൽ എങ്ങനെ അവകാശം വരും? ഭർത്താവിലൂടെ വരുള്ളൂ. അത് ഭർത്താവിന് അവർ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു കഴിഞ്ഞാൽ കെട്ടിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏത് തരത്തിലാണ് കോടതി ഉടനെ അറ്റാച്ച് ചെയ്തിരുന്നത്? അതിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ ആ വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് മരുന്നിനോ അതുപോലെ തന്നെ ആഹാരത്തിനോ ഒരു ശുശ്രൂഷയ്ക്കോ ആളെ വയ്ക്കാനോ അവർക്ക് സാമ്പത്തികമായിട്ട് അവർ അങ്ങേറ്റം വളരെയധികം കഷ്ടപ്പെടുകയാണ്. എൻ്റെ കേസിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് മാഡം. ഞാൻ ഈ ജയിലുകളിൽ കഴിയുന്ന പലരും ഈ ജീവനാംശം കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയവരാണ്. അതവർ കൊടുക്കാത്തത് കൊണ്ടാണ് മനഃപൂർവ്വം. അത് അവർ തന്നെ, ഞാൻ പലരോടും ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന പൈസ ഇവർക്ക് കൂലിപ്പണിക്കാരാണ്, മിക്കവാറും ഉള്ളവർ കൂലിപ്പണിക്കാരാണ്. ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോഴത്തേക്കും അത് കൊടുക്കുമല്ലോ, സാലറിന്ന് പോകും. അപ്പോൾ ഇത് കൂലിപ്പണിക്കാരാകുമ്പോൾ ഇവർക്ക് എന്നും ജോലി കാണില്ല. കാരണം പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരുടെ പണിയുടെ ലഭ്യതക്കുറവ് കൊണ്ടുവരാം, അങ്ങനെ പല രോഗങ്ങൾ കൊണ്ടുവരാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഇവർക്ക് ഈ കിട്ടുന്ന പൈസ വലിയൊരു സിംഹഭാഗവും ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ഇവർ അതിലൊരു യന്ത്രം, മാസം തോറും പൈസ അവർക്ക് അടയ്ക്കാനുള്ളൊരു യന്ത്രം മാത്രമായി മാറുകയാണ്. ഇതിൽ പലർക്കും ഒരു 2 വീലർ പോലും ഇല്ലാത്തവരാണ്, നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ എത്രയോ പേര്, ഞാൻ ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നതാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനു ചെയ്യണം? അതിനേക്കാളും സുഖം ജയിലിൽ പോയി കിടക്കുന്നതാണ്. ഈ ജയിലിൽ കിടക്കുമ്പോൾ ജയിലിൽ പിന്നെ 3 മാസം കിടക്കണം, 3-4 മാസം കിടന്നാൽ മതിയല്ലോ. അപ്പോൾ 3-4 മാസം കിടക്കുമ്പോൾ അവിടെ ആഹാരമുണ്ട്, അവിടെ ഒരു കുറവുമില്ല, ആരോഗ്യ എന്തെങ്കിലും പിന്നെ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ചികിത്സയുണ്ട്, എല്ലാ കാര്യങ്ങളും. പിന്നെ 120 രൂപ 130 രൂപ ശമ്പളം അവിടെ കിട്ടും, അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ലാഭം. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു താലി കെട്ടിയ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനെ ജയിലിലിടുമ്പോൾ അതിൽ സംതൃപ്തി കാണുകയാണ് അവർ? അതൊരു വലിയ ക്രൂരത. അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞത്, ഈ ചില സ്ത്രീകളെപ്പോലെ ക്രൂരന്മാരായ മനുഷ്യർ, കാരണം കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ പോലും ഡോക്ടർ ഓമനക്കുട്ടിയും അല്ലെങ്കിൽ കൂടത്തായി ജോളിയും ഒന്നും ചെയ്തതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളൊന്നും ആണുങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ മറ്റേ ഇപ്പോൾ തന്നെ വിഷം കൊടുത്ത ഉണ്ടല്ലോ അവൻ്റെ ആ പയ്യനെ ഷാരോണ്, ഗ്രീഷ്മ, പിന്നെ ധർമ്മടത്ത സൗമ്യ, കാമങ്ങനോട് ജീവിക്കാൻ വേണ്ടി അച്ഛനെയും അമ്മയെയും കുട്ടികളെ അടക്കം എലിവിഷം കൊടുത്തു വന്നു. തീർച്ചയായിട്ടും. പിന്നെ കൂടത്തായി ജോളി, ലൈല ഇലന്തൂരിലെ അത് നരബലി നടത്തിയിട്ട് മാംസഭാഗം കറി വെച്ച് ഭക്ഷിച്ചു. അങ്ങനെയൊന്നും ആണുങ്ങൾ ആരും ചെയ്ത ചരിത്രമുള്ള അനുശാന്തി ആറ്റിങ്ങലിലെ. അയ്യോ, ഞാൻ വിധി പറയുമ്പോൾ ഞാൻ കാണാം അവളുടെ മുഖത്ത് യാതൊരു ഫീലിങ്ങും ഇല്ല, കണ്ട കാഴ്ചയാണ്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ടെന്നേ. ഞാൻ ചോദിച്ചോട്ടെ, അതിന് ഈ അനുശാന്തിയാണല്ലോ ഇവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും ആ വീടിൻ്റെ വഴിയും അപ്പം എല്ലാം കൊടുത്തത്. പക്ഷേ അവൾക്കൊരു ശിക്ഷയും ഇല്ല, അവളെ ശിക്ഷ ഇളവ് നൽകി വിട്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ വേറെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ മറ്റേ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആയൂരിൽ തട്ടിക്കൊണ്ടുപോയ കേസിൽ അച്ഛനും അമ്മയും മകളുമാണല്ലോ പ്രതി. അതിന് മകളെയും അമ്മയെയും വെറുതെ വിട്ടു. സ്ത്രീ എന്ന പരിഗണന കൂടി നൽകിയിട്ടുണ്ട്. അച്ഛൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിയമമല്ലേ ഇത് ചെയ്യുന്നത്? അതെ, അതായത് ഇന്ന് ഇത്രയും എല്ലാ കാര്യങ്ങളും വഷളായിട്ടുണ്ടെങ്കിൽ, അതായത് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നതിനും നിയമത്തിന് ഒരുപാട് പങ്കുണ്ട്. എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ ചിലവിന് വാങ്ങിച്ചിട്ട് അവൾ ജീവിക്കുകയാണ്, കറക്റ്റായിട്ട് ചിലവിന് കിട്ടുന്നത്. അപ്പോൾ അവൾക്ക് ആ പൈസ കൊണ്ട് ഇഷ്ടാനുസരണം ജീവിച്ചൂടെ? ആരെ പേടിക്കണം? അപ്പോൾ അവൾ അതല്ലേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, അവർക്ക് മറ്റൊരു പുരുഷനോടൊപ്പം പോയാലും, അവർക്ക് ലിവിങ് ടുഗദർ ആയിരുന്നാലും, അവർക്ക് വേറെ എന്തെങ്കിലും അവിഹിതത്തിന് പോയാൽ പോലും ഈ ഭർത്താവ് സഹിക്കണം എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരു ഗതികേടാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് പേര് അനുഭവിക്കുന്നത് പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാഡം പറഞ്ഞു. ഒരു കാര്യം പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ വിവാഹം കഴിക്കാതിരിക്കുക. കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. കാരണം ഇങ്ങനെ ഒരു തലമുറയിലോട്ട് ഒരു കുട്ടിയെ കൂടി ജനിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ, മയക്കുമരുന്നും കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തലമുറയിലേക്ക് ഒരു കുട്ടിയെ കൂടി ജനിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊരു ബാധ്യത തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഈ അധിക നിയമപരീക്ഷ. ഒരു വിവാഹം കഴിക്കുന്നത് കൊണ്ട് അത് ഒരു കുടുംബമല്ല, ഈ പുരുഷൻ്റെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ മുഴുവൻ തകരുകയാണ്. ഒരു ജീവിതം തന്നെ തകർന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ കഴിച്ചേ, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്, അങ്ങനെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ളവരൊരു കാര്യം ചെയ്യുക. ഒന്നുകിൽ സ്ത്രീധനം വാങ്ങുകയാണെങ്കിൽ വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു രേഖ ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എടുത്ത് വയ്ക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഒരുപാട് ജീവിതങ്ങൾ കണ്ട് അനുഭവിച്ച്
ഈ വ്യക്തിപരമായും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. എന്തായാലും വീണ്ടും കാണാം.